ഹലോ എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇങ്ങേര് കയറിയിരിക്കുന്നത് എന്നുള്ളത്, അല്ലെ? മറ്റൊന്നുമല്ല, നമ്മളുടെ പുതിയ ഫാക്കൽറ്റി ആയിട്ടുള്ള ശ്രീ സതീഷ് മേനോൻ സാറിനെ കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഇംഗ്ലീഷ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സതീഷ് സാർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്നതായിരിക്കും. അദ്ദേഹം നമ്മൾ ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹമാണ് ഒരു പുതിയ ഒരു സജഷൻ നമ്മുടെ മുന്നിലേക്ക് വെച്ചത്. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഈ പറയുന്ന പോലെ ഇത്തിരി നേരത്തിൽ ഒത്തിരി കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചെയ്താലോ എന്ന് ചോദിച്ചു. ഇംഗ്ലീഷ് സ്ഥിരം രീതിയിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ മറന്നു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 15 മിനിറ്റുള്ള ഈ ഒരു ഭാഗം അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാറുണ്ട്, അല്ലെ? ഈ 15 മിനിറ്റ് ക്ലാസ്സുകളുടെ അവസാനം ഇതിലേക്ക് നമുക്ക് ചില കഥകൾ ആഡ് ചെയ്താലോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഓരോ ഭാഗവും ഇപ്പോൾ ഇന്നത്തെ ഫ്രേസൽ വെർബ് പോലെ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ ഫ്രേസുകളോ മറ്റേത് ഭാഗങ്ങളോ ആണോ അത് പഠിപ്പിക്കുന്നതിനോടൊപ്പം നമുക്ക് കഥയുടെ ഒരു സ്ട്രക്ചറിൽ ചേർത്തിട്ട് കുട്ടികൾ ഒരു സ്ഥലത്തേക്ക് വരുന്നു, അവർ ചിലതൊക്കെ കാണുന്നു, അല്ലെങ്കിൽ പല പല കഥകൾ, അല്ലെ? കഥകളാണ് നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കാറുള്ളത്. അപ്പോൾ ഇത്തരം കഥകളിലൂടെ നമുക്ക് ഈ 15 മിനിറ്റ് ക്ലാസ്സുകൾ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇനി ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറയുന്ന ഈ സെഷൻ കഥകളായിരിക്കും. ഈ കഥകളിലൂടെ നിങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള വൊക്കാബുലറി റിലേറ്റഡ്, ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗംഭീരമായിട്ട് പഠിച്ചു പോകാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഐഡിയകളുമായിട്ട് ഇനിയും സാർ മുന്നോട്ട് വരുന്നത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ക്ലാസ്സുകളുടെ അടിയിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. അവസാനമുള്ള ചോദ്യങ്ങൾ കൃത്യമായി നോക്കി അവയുടെ ആൻസറുകളും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇത്തരം പ്രതികരണങ്ങളായിരിക്കും നമുക്ക് ഇതുപോലത്തെ പുതിയ പുതിയ രീതികളുമായി മുന്നോട്ട് വരാനുള്ള പ്രചോദനം എന്നുകൂടി അറിയിക്കട്ടെ. അപ്പോ നമ്മളുടെ സതീഷ് സാറിനെ നമുക്ക് എല്ലാവർക്കും ഹാർദമായിട്ട് നമ്മളുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് പുതിയ ഒരു ചാപ്റ്റർ ഇന്ന് മുതൽ ആരംഭിക്കാം. ഹായ് ഓൾ, അക്കാഡമി സ്പേസിയുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം സെഷനിലേക്ക് എല്ലാവരും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സതീഷ് മേനോൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രേസൽ വെർബ്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു 3 ഫ്രേസൽ വെർബ്സ് ആണ്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഫ്രേസൽ വെർബ്സിൽ നിന്ന് വരുന്ന ഒരു 60-70% മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. കാരണം അത്രയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 3 ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്ന ഫ്രേസൽ വെർബ്സ് ആണ് ദ കോൾ ഫാമിലി, അതേപോലെ ദ പുട്ട് ഫാമിലി, അതേപോലെ ദ ബ്രിങ് ഫാമിലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ 3 ഫ്രേസൽ വെർബ്സും നമ്മൾ പഠിക്കുന്നത് ഒരു കഥയിലൂടെയാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്കിത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കഥയിലൂടെ പഠിക്കാമെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും നേരം വഹിക്കണ്ട, നമുക്ക് നേരെ നോക്കാം. 3 കുഞ്ഞു കഥകളിലൂടെ നമ്മൾ 3 ഫ്രേസൽ വെർബ്സ് നമ്മൾ പഠിക്കുക കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ ഫ്രേസൽ വെർബ് ആണ് ദ കോൾ ഫാമിലി ആണ്, അല്ലെ? കോളിൽ വരുന്നതായിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ആ കഥ ഒന്ന് വായിക്കാം. കഥയിൽ എന്താ പറയുന്നേ? ഒരു സ്കൂൾ എമർജൻസി കഥയാണ്, അല്ലെ? അപ്പൊ ദ പ്രിൻസിപ്പൽ ഡിസൈഡഡ് ടു കോൾ ഇൻ എന്നാണ് പറയണേ. അപ്പൊ എന്തോ സ്കൂളിൽ ഒരു എമർജൻസി വന്നു, അപ്പൊ പ്രിൻസിപ്പള് വിളിച്ചു വരുത്തുകയാണ്, അല്ലെ? അപ്പൊ കോൾ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിളിച്ചു വരുത്തുക എന്നാണ് അർത്ഥം വരുന്നത്. ആര് വിളിച്ചു വരുത്തി? എ സീനിയർ ഡോക്ടർ ടു ടോക്ക് ടു ദ സ്റ്റുഡൻസ്. കുട്ടികളോട് സംസാരിക്കാനായിട്ട് ഒരു സീനിയർ ആയിട്ടുള്ള ഡോക്ടറെ വിളിച്ചു വരുത്തി. However, the doctor was called away. Called away എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർക്ക് പക്ഷെ അവിടെ വരാനായിട്ട് പറ്റിയില്ല. അദ്ദേഹം മറ്റൊരു കാര്യത്തിനായിട്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്, അല്ലെ? അപ്പൊ കോൾ എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യത്തിന് വേണ്ടി പോവുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ആൻ എമർജൻസി അറ്റ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എമർജൻസിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോവാൻ നിൽക്കുകയായിരുന്നു. ബിക്കോസ് ഓഫ് ദിസ് ദേ ഹാഡ് ടു കോൾ ഓഫ് ദി ആഫ്റ്റർനൂൺ സെമിനാർ. അപ്പൊ ഉച്ച തിരിഞ്ഞാണ് ഈ ഡോക്ടർ വരാമെന്ന് പറഞ്ഞത്. ഡോക്ടർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അവർ എന്ത് ചെയ്യേണ്ടി വന്നു? പ്രിൻസിപ്പളിന് ആ സെമിനാർ എന്ത് ചെയ്യേണ്ടി വന്നു? കോൾ ഓഫ് ചെയ്യേണ്ടി വന്നു. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, അല്ലെ? റദ്ദാക്കേണ്ടി വന്നു എന്നാണ് അർത്ഥം വരുന്നത്. കിട്ടിയേ? ഇനി ദ ഡോക്ടർ പ്രോമിസ് ടു കോൾ ബാക്ക്. ഓക്കെ, ഡോക്ടർക്ക് വരാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം പ്രോമിസ് ചെയ്തു. എന്തിനു പ്രോമിസ് ചെയ്തു? കോൾ ബാക്ക് ചെയ്യാനായിട്ട്. അപ്പൊ കോൾ ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചു വിളിക്കാനായിട്ട് അദ്ദേഹം പ്രോമിസ് ചെയ്തു. ദ സ്കൂൾ ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, ഇനി ദിസ് സഡൻ ചേഞ്ച് കോൾഡ് ഫോർ എ ലോട്ട് ഓഫ് പേഷ്യൻസ് ഫ്രം ദ ടീച്ചേഴ്സ്. ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായ കാരണം ടീച്ചർമാരൊക്കെ ആകെ പാനിക്കായി, അല്ലെ? അപ്പൊ അവർക്ക് എന്താണ്? അവർക്ക് പെട്ടെന്ന് ഒരു മാറ്റം അവിടെ ആവശ്യമായി വന്നു എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ കോൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യപ്പെടുക എന്നുള്ളതാണ് അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ പ്രിൻസിപ്പൾ എന്ത് ചെയ്തു? ദ പ്രിൻസിപ്പൾ കോൾഡ് ഓൺ
ദ സ്പോർട്സ് കോച്ച് ടു ലീഡ് എ ഡിഫറെന്റ് ആക്ടിവിറ്റി. അപ്പൊ കോളോൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കോളോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആവശ്യപ്പെടുക എന്നുള്ള അർത്ഥമുണ്ട്, അതേപോലെ ചുമതലപ്പെടുത്തുക എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ചുമതലപ്പെടുത്തുക എന്ന് കോളോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നുണ്ട്. ആരെ കോളോൺ ചെയ്തു? സ്പോർട്സ് കോച്ച് ടു ലീഡ് എ ഡിഫറെന്റ് ആക്ടിവിറ്റി ഇൻസ്റ്റെഡ്. അല്ലെ, അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ വരില്ല, അതുകൊണ്ട് സ്പോർട്സ് കോച്ചിനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു പുതിയൊരു ആക്ടിവിറ്റി നടത്താനായിട്ട് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. ഫൈനലി ദ ഓഫീസ് സ്റ്റാഫ് ഹാഡ് ടു കോൾ അപ്പ്. കോൾ അപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫോണിൽ വിളിക്കുക എന്നാണ് അർത്ഥം വരെ അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? കോൾ അപ്പ് ചെയ്തു. ആരെ? ഓൾ ദ പാരന്റ്സ് ടു ഇൻഫോം ദം അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ ഷെഡ്യൂൾ. അല്ലെ, ഉച്ചയ്ക്ക് ശേഷം പാരന്റ്സ് ഒക്കെ സെമിനാറിന് വരാൻ വേണ്ടി റെഡി ആയിരിക്കുകയായിരുന്നു. അപ്പൊ ഡോക്ടർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അത് എന്ത് ചെയ്യേണ്ടി വന്നു? അതൊക്കെ കോൾ ഓഫ് ചെയ്യേണ്ടി വന്നു. അപ്പൊ കോൾ ഓഫ് ചെയ്യേണ്ടി വന്നത് കൊണ്ട് ഇവരെന്ത് ചെയ്തു? അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും, ഓഫീസ് സ്റ്റാഫ് എല്ലാവരും ചേർന്ന് പാരന്റ്സിന് എന്ത് ചെയ്തു? കോൾ അപ്പ് ചെയ്തു എന്നുള്ളതാണ് അല്ലെ, ഫോണിൽ വിളിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കോൾ ഫാമിലി എന്ന് പറയുന്നത്. എല്ലാവരും ഇത് പഠിച്ചു എന്ന് മനസ്സിലാക്കാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു കഥ പഠിക്കാം. ദ പുട്ട് ഫാമിലിയുടെ കഥ പഠിക്കാം. പുട്ടിൽ എന്തൊക്കെയാ വരുന്നത് നോക്കാം. ഓക്കെ, ദ പുട്ട് ഫാമിലി പ്രിപ്പയറിംഗ് ഫോർ എ ട്രിപ്പ് ആണ് അല്ലെ. എന്താണ് വരുന്നത്? രാഹുൽ ഡിസൈഡഡ് ടു പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? പുട്ട് ഓൺ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? വെയർ ചെയ്യുക അല്ലെ. വെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ധരിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, പുട്ട് ഓൺ ചെയ്തു. എന്ത്? ഇസ് വാം ജാക്കറ്റ് ബിക്കോസ് ഇറ്റ് വാസ് കോൾഡ് ഔട്ട്സൈഡ്. ഓക്കെ, ഹി ഹാഡ് ടു പുട്ട് ഓഫ് പാക്കിംഗ് ഹിസ് ബാഗ്സ്. അവന്റെ ബാഗുകളൊക്കെ പാക്ക് ചെയ്യുന്ന അവന് എന്ത് ചെയ്യേണ്ടി വന്നു? പുട്ട് ഓഫ് ചെയ്യേണ്ടി വന്നു. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. പോസ്റ്റ്പോൺ ചെയ്യുക. ഓർത്തു വെക്കുക, എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത് കോൾ ഓഫും പുട്ട് ഓഫും ആണ്. കോൾ ഓഫ് സി വെച്ച് തുടങ്ങുന്നതാണ്. അപ്പൊ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുകയാണ്. പുട്ട് ഓഫ് പി വെച്ച് തുടങ്ങുന്നതാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ അഥവാ നീട്ടിവെക്കുക എന്നാണ് അർത്ഥം എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബാഗൊക്കെ അവൻ എന്ത് ചെയ്യേണ്ടി വന്നു? പുട്ട് ഓഫ് ചെയ്യേണ്ടി വന്നു ലാസ്റ്റ് മിനിറ്റ് അല്ലേ. ഓൺ ഹിസ് വേ ടു ദ സ്റ്റേഷൻ ഹി ഹാഡ് ടു പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് അപ്പ് വിത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുക എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. പുട്ട് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുക. എന്ത് സഹിക്കേണ്ടി വന്നു? എ വെരി നോയ്സി പാസഞ്ചർ ഓൺ ദ ബസ്. ഒരു ബസ്സിലെ ശബ്ദമുണ്ടാക്കുന്ന ഒരു പാസഞ്ചറിനെ അവന് സഹിക്കേണ്ടി വന്നു എന്നാണ് അർത്ഥം വരുന്നത്. വെൻ ഹി റീച്ച്ഡ് ഹിസ് ഹോട്ടൽ ഹി ഹെൽപ് ദ സ്റ്റാഫ് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കെടുത്തുക എന്നാണ് അർത്ഥം അല്ലെ. എന്ത്? സ്മോൾ ഫയർ ഇൻ ദ കിച്ചൺ ടോസ്റ്റർ. ഓക്കെ, ഒരു ചെറിയ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു, അത് കെടുത്താനായിട്ട് ആര് സഹായിച്ചു? രാഹുൽ സഹായിച്ചു എന്നാണ് പറയുന്നത്. ഇനി എന്താണ്? ഡ്യൂറിങ് ഡിന്നർ ഹി മാനേജ് ടു പുട്ട് അക്രോസ്. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയം നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തുക എന്നാണ് അർത്ഥം വരുന്നത്. എന്താണ് അയാള് പുട്ട് അക്രോസ് ചെയ്തത്? അയാളുടെ ഐഡിയകളാണ് അല്ലെ. ഹിസ് ഐഡിയാസ് ഫോർ ദ ന്യൂ പ്രൊജക്ട് ടു ഹിസ് ബോസ് അല്ലെ. ബോസിന് പുതിയ പ്രൊജക്ടിനുള്ള ഐഡിയകൾ അയാൾ എന്ത് ചെയ്തു? പുട്ട് അക്രോസ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ആഫ്റ്റർ ദ മീറ്റിംഗ് ഹി പുട്ട് എവേ. പുട്ട് എവേ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടുന്നാണോ എടുത്തത് അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കുക എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ. യഥാസ്ഥാനത്ത് എടുത്തത് തിരിച്ചു വെക്കുക. എന്താണ് അയാൾ പുട്ട് എവേ ചെയ്ത ആള്? ഇസ് ലാപ്ടോപ്പ് ഇൻ ദ സേഫ്. സേഫിൽ തന്നെ എടുത്തു വെച്ചു എന്നുള്ളതാണ് അല്ലെ. ഇനി ബിഫോർ സ്ലീപ്പിംഗ് ഹി ഡിസൈഡഡ് ടു പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഴുതുക എന്നാണ് അർത്ഥം വരണേ അല്ലെ. ഇപ്പൊ രാത്രി നമുക്ക് ഡയറി എഴുതുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പറയാം? പുട്ട് ഡൗൺ ചെയ്യാന്ന് പറയാം അല്ലെ. പുട്ട് ഡൗൺ ചെയ്തു, എഴുതി വെക്കുക. എന്ത് ചെയ്തു അയാള്? ഹിസ് എക്സ്പെൻസസ് ഇൻ ദ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ അയാളുടെ എക്സ്പെൻസുകൾ, ചെലവുകൾ അയാൾ എഴുതി വെച്ചു എന്നാണ് അർത്ഥം വരുന്നത്. കിട്ടിയേ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കഥ കൂടി പഠിക്കാം. നമ്മുടെ ബ്രിങ് ഫാമിലിയുടെ കഥ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. ബ്രിങ് ഫാമിലി എന്താണ്? ഗാർഡൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പോവാണ് അല്ലെ. എന്താണ്? ദ ന്യൂ മൺസൂൺ സീസൺ ബ്രോട്ട് അബൌട്ട്. ഒരു വർഷക്കാലം വന്നു അല്ലെ. ആ വർഷക്കാലം വന്നപ്പോ എന്ത് സംഭവിച്ചു? ബ്രോട്ട് അബൌട്ട്. ബ്രോട്ട് അബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണമാവുക എന്നാണ് അർത്ഥം വരുന്നത്. എന്താണ് കാരണമായത്? എ ലോട്ട് ഓഫ് ഗ്രോത്ത് ഇൻ ദ ബാക്ക് യാർഡ് അല്ലെ. മഴക്കാലം വന്നപ്പോ എന്താണ്? പിന്നാമ്പുറത്ത് ഒരുപാട് ചെടികളും അല്ലെങ്കിൽ പുല്ലൊക്കെ അവിടെ എന്താണ്? വളർന്നു നിൽക്കുക എന്നാണ് പറയുന്നത് അല്ലെ. ബ്രോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ദ സൺ ഡിസൈഡഡ് ടു ബ്രിങ് അപ്പ്. ബ്രിങ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിങ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ സൂചിപ്പിക്കുക, സംസാരിക്കുക, പരാമർശിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. എന്താണ്? ദി ഐഡിയ ഓഫ് പ്ലാന്റിങ് ഫ്രൂട്ട് ട്രീസ്. അപ്പൊ മകൻ പറഞ്ഞു നമുക്ക്
കുറച്ച് ഫ്രൂട്ട് ട്രീസ് ഒക്കെ നമുക്ക് അവിടെ പ്ലാന്റ് ചെയ്യാമെന്നുള്ള ഐഡിയ അയാൾ അവിടേക്ക് കൊണ്ടുവന്നു. ദിസ് സജഷൻ ബ്രോഡ് ബാക്ക് എന്ന് പറയുന്നത് എന്താ, പഴയ ഒരു കാര്യം നമ്മൾ ഓർത്തെടുക്കുന്നതിനെയാണ് നമ്മൾ ബ്രോഡ് ബാക്ക് എന്ന് പറയുന്നത് അല്ലെ. ബ്രോഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചെടുക്കുക. എന്താണ്? മെമ്മറീസ് ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഓൾഡ് ഫാം. പഴയൊരു ഫാം ഉണ്ട് നമ്മുടെ മുത്തശ്ശന്. ആ ഒരു ഇതിനെ കുറിച്ചൊക്കെ അയാൾക്ക് ഓർമ്മ വന്നു എന്നാണ് പറയുന്നത് അല്ലെ. ടു സ്റ്റാർട്ട് ദ വർക്ക് ദ ഡോട്ടർ ബ്രോട്ട് ഔട്ട്. ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തേക്ക് എടുക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലെ. അപ്പൊ ബ്രിങ് ഔട്ട്, എന്താണ് ബ്രിങ് ഔട്ട് ചെയ്തത് അല്ലെങ്കിൽ ബ്രോട്ട് ഔട്ട് ചെയ്തത്? പുറത്തെടുത്തത് എന്താണ്? ദ ഗാർഡനിങ് ടൂൾസ് ഫ്രം ദ ഷെഡ് അല്ലെ. അപ്പൊ ഈ പണികളൊക്കെ ചെയ്യാനായിട്ട് ടൂൾസ് വേണം. ആ ടൂൾസ് എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു എന്നാണ് പറയുന്നത് അല്ലെ. ഷെഡിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കൊണ്ടുവന്നാണ് പറയുന്നത് മകള് അല്ലെ. ഇനി എന്ത് സംഭവിച്ചു അവിടെ? their hard work brought forth എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലെ. അവരുടെ ഹാർഡ് വർക്ക് കാരണം, അവരുടെ കഠിനാധ്വാനം കാരണം എന്ത് സംഭവിച്ചു അവിടെ? എന്ത് സംഭവിച്ചു? കുറെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത് അല്ലെ. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് വിത്തിൻ എ മന്ത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ അവരുടെയൊക്കെ ഒരു ഹാർഡ് വർക്ക് കാരണം കുറെ മനോഹരമായിട്ടുള്ള പൂക്കൾ അവിടെ വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതും നമ്മൾ പഠിച്ചേ. ഇനി even though the soil was hard, ആ മണ്ണ് എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ളതായിരുന്നെങ്കിൽ പോലും they brought off എന്ന് പറയുന്നതാണ് എങ്ങനെയെങ്കിലും സാധിപ്പിച്ചെടുക്കുക എന്നാണ് അർത്ഥം വരുന്നത് അല്ലെ. വിജയിപ്പിക്കുക, പൂർത്തിയാക്കുക, എങ്ങനെയെങ്കിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, നടത്തിയെടുക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. even though the soil was hard, they brought off the task of building a small pond. ഒരു ചെറിയ കുളം പണിതെടുക്കാനുള്ള ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇനി എന്ത് സംഭവിച്ചു? ദിസ് ബ്യൂട്ടിഫുൾ ന്യൂ ഗാർഡൻ ബ്രോട്ട് ഡൗൺ. ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്നത് ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറയ്ക്കുക എന്നാണ് അർത്ഥം വരുന്നത്. റെഡ്യൂസ് ചെയ്യുക കേട്ടോ, ഡിക്രീസ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ദിസ് ബ്യൂട്ടിഫുൾ ന്യൂ ഗാർഡൻ ബ്രോട്ട് ഡൗൺ ദ സ്ട്രെസ് ദ ഫാമിലി ഹാഡ് ബീൻ ഫീലിംഗ് ലേറ്റ്ലി. അങ്ങനെ പുതിയൊരു ഗാർഡൻ വന്നേ പിന്നെ എന്ത് സംഭവിച്ചു? അവർക്ക് മുമ്പുണ്ടായിരുന്ന അവരുടെ സ്ട്രെസ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 3 ഫാമിലി മെമ്പേഴ്സ്. ദ കോൾ ഫാമിലി, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രേസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ദ ഫുഡ് ഫാമിലിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതേപോലെ ബ്രിങ് ഫാമിലി. ഈ 3 ഫാമിലിയിൽ പഠിച്ചാൽ തന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ 60% സാധ്യത ഈ 3 എണ്ണത്തിൽ നിന്നാണ് വരാൻ സാധ്യത ഉള്ളത് മനസ്സിലാക്കി വെക്കുക. 3ന്റെയും അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ചില ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 അർത്ഥങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിക്കാം. ക്ലിയർ ആണ്? അപ്പൊ ഈ 3 എണ്ണം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ചെറിയൊരു പ്രാക്ടീസ് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. ഞാൻ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തരുന്നുണ്ട്. ഈ 3 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്കൂൾ മീറ്റിംഗ്. അപ്പൊ ആദ്യത്തെ കഥയിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. സിൻസ് ദ ഹെഡ് മാസ്റ്റർ വാസ് ബിസി വിത്ത് ആൻ എമർജൻസി, ഹി ഹാഡ് ടു ഡാഷ് ദ മീറ്റിംഗ് അൺടിൽ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പൊ അയാൾക്ക് അത് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു എന്നാണ് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ റദ്ദാക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അല്ലെ. മാറ്റിവെക്കലല്ല, അദ്ദേഹത്തിന് ആ മീറ്റിംഗ് റദ്ദ് ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ റദ്ദാക്കുക, ക്യാൻസൽ ചെയ്യുക എന്ന അർത്ഥം വരുന്നതായിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അടുത്തത് രണ്ടാമത്തെ കഥയിൽ നിന്ന് എന്താ പഠിച്ചത് നമ്മള്? അർജുൻ ഡിസൈഡഡ് ടു ഡാഷ് ഇസ് ട്രിപ്പ് ടു മൂന്നാർ ബിക്കോസ് ഈ ഹാഡൻ ഫിനിഷ്ഡ് പാക്കിംഗ് ഹിസ് ബാഗ്സ് യെറ്റ്. ബാഗുകളൊന്നും പ്രോപ്പറായിട്ട് അവൻ പാക്ക് ചെയ്യാത്ത കാരണം മൂന്നാറിലേക്കുള്ള ട്രിപ്പ് മാറ്റി വെക്കാനായിട്ട് അർജുൻ തീരുമാനിച്ചു. അപ്പൊ മാറ്റി വെക്കുക എന്ന അർത്ഥം വരുന്നത് ഏത് ഫ്രേസൽ വെർബാണെന്ന് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. മൂന്നാമത്തത് ഡ്യൂറിംഗ് ഡിന്നർ മൈ സിസ്റ്റർ ഡിസൈഡഡ് ടു ഡാഷ് ദ ടോപ്പിക് ഓഫ് അവർ സമ്മർ വെക്കേഷൻ പ്ലാൻസ്. അപ്പോൾ ഡിന്നറിൽ നമ്മുടെ സമ്മർ വെക്കേഷൻ പ്ലാൻസിനെ കുറിച്ച് തീരുമാനം എടുക്കാനായിട്ട് നമ്മുടെ സിസ്റ്റർ പറഞ്ഞു എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ്? സംസാരിച്ചു, അതിനെ കുറിച്ച് പരാമർശിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പരാമർശിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതായിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതാണ്? ബ്രിങ് ബാക്ക് ആണോ, ബ്രിങ് ഡൗൺ ആണോ, ബ്രിങ് അപ്പ് ആണോ എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ താഴെ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണു. ഇതേപോലെ തന്നെ നമ്മൾ 15 മിനിറ്റിന്റെ ഒരുപാട് എല്ലാ ടോപ്പിക്സിന്റെ വീഡിയോസുമായിട്ട് ഉടനെ നിങ്ങൾ കാണുന്നതായിരിക്കും. അതുവരെയും സൈനിങ് ഓഫ്. താങ്ക് യു.